നമസ്കാരം. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മുംബൈക്ക് വേണ്ടി വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച് 18-കാരൻ ആയുഷ് മാത്രേ. ടൂർണമെന്റിൽ രണ്ടാം റൗണ്ട് മത്സരത്തിൽ വിദർഭയ്ക്കെതിരെ ആയുഷ് 53 പന്തിൽ പുറത്താവാതെ 110 റൺസ് നേടി. ഈ പ്രകടനം കേരളം ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിൽ മുംബൈക്ക് തുടർച്ചയായ രണ്ടാം ജയം സമ്മാനിക്കുകയും ചെയ്തു. 20 ഓവറിൽ 193 എന്ന കടുപ്പമേറിയ ലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് 7 വിക്കറ്റിന്റെ വിജയമാണ് ആയുഷ് നേടിക്കൊടുത്തത്. ഓപ്പണിംഗ് പങ്കാളി അജിങ്ക്യ രഹാനെയെ തുടക്കത്തിൽ തന്നെ നഷ്ടമായെങ്കിലും ആയുഷ് തകർത്തടിച്ചു. പിന്നാലെ ഹാർദിക് തമോർ പിന്നീട് പെട്ടെന്ന് തന്നെ പുറത്താവുകയും ചെയ്തു. എന്നാൽ സൂര്യകുമാർ യാദവ് 35 ചേർന്ന് 35 വിക്കറ്റിൽ 88 റൺസ് കൂട്ടിച്ചേർത്ത് ആയുഷ് വിജയം വരെ ക്രീസിൽ തുടർന്നു. 8 സിക്സറുകളും 8 ഫോറുകളും ഉൾപ്പെട്ടതാണ് ആയുഷിന്റെ ഇന്നിംഗ്സ്. 9ാം T20 മത്സരം കളിക്കുന്ന താരത്തിന്റെ റൺ സമ്പാദ്യം 368 ഇത് അദ്ദേഹത്തിന്റെ ആദ്യ T20 സെഞ്ചുറിയുമാണ്. 2025 IPL ആയുഷ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി 8 മത്സരങ്ങൾ കളിച്ചു. 34.28 ശരാശരിയിൽ 240 റൺസ് നേടി. 2026 IPL സഞ്ജു സാംസൺ CSKയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിൽ സ്ഥിരമായി ഓപ്പണർ റോൾ കൈകാര്യം ചെയ്തിരുന്ന സഞ്ജുവിന് CSKയിൽ ഇതേ സ്ഥാനം ലഭിക്കുമെന്ന് കരുതപ്പെടുന്നു. എന്നാൽ തന്നെ CSK ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് സ്ഥിരം ഓപ്പണറാണ് എന്ന് വിശ്വസിക്കാം. ആയുഷിനെ CSK ഓപ്പണറായി ഇറക്കുകയാണെങ്കിൽ സഞ്ജുവോ ഋതുരാജോ 3ാം നമ്പറിലേക്ക് മാറേണ്ടി വരുമെന്നും എടുത്തു പറയുന്നു. ഇന്ത്യയുടെ അണ്ടർ-19 ടീമിനായി ആയുഷ് ഗംഭീര പ്രകടനമാണ് നടത്തിവരുന്നത്. അണ്ടർ-19 ഏഷ്യൻ കപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് BCCI പ്രഖ്യാപിച്ചു. ഡിസംബർ 12 മുതൽ 21 വരെ ദുബായിൽ നടക്കുന്ന ടൂർണമെന്റിൽ ആയുഷ് മാത്രമേ ഇന്ത്യയെ നയിക്കുകയും ചെയ്യും. ആയുഷിനെ ക്യാപ്റ്റനായി നിലനിർത്തിയത് കിടിലൻ സെഞ്ചുറിക്ക് പിന്നാലെ മറ്റൊരു അംഗീകാരമായി തന്നെ മാറുന്നുവെന്നും പറയാം. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സിംബാബ്വേയിലും നമീബിയയിലും നടക്കുന്ന അണ്ടർ-19 ലോകകപ്പിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് അണ്ടർ-19 ഏഷ്യ കപ്പ് എന്നുകൂടിയാണ് വിശദീകരിക്കുന്നത്. 15-അംഗ ഇന്ത്യൻ ടീമിൽ കൗമാര ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിയും ഉൾപ്പെടുന്നു. സെപ്റ്റംബറിലും ഒക്ടോബറിലും ഓസ്ട്രേലിയയിൽ നടന്ന മൾട്ടി ഫോർമാറ്റ് പര്യടനത്തിൽ ആയുഷ് ഇന്ത്യയെ നയിച്ചിരുന്നു. കഴിഞ്ഞ IPL 7 മത്സരങ്ങൾ കളിച്ച ആയുഷ് അടുത്ത മാസം ഏഷ്യ കപ്പിൽ തിളങ്ങിയാൽ വരുന്ന IPLലും പ്രധാന സ്ഥാനത്തുണ്ടാവുമെന്ന് ഉറപ്പിക്കേണ്ടതായി പറയുന്നുണ്ട്. ഭാവി ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രതീക്ഷയായി എല്ലാ ഫോർമാറ്റിലും ഉയർന്നുവരുന്ന പ്രതിഭയാണ് അദ്ദേഹമെന്നും പറയാം. രാജസ്ഥാൻ റോയൽസിൽ ഓപ്പണർ റോളിൽ സഞ്ജുവിന് ഭീഷണിയായി സൂര്യവംശി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. സഞ്ജു പരിക്കേറ്റ് വിട്ടുനിന്ന മത്സരങ്ങളിൽ തന്നെ അവസരം ലഭിച്ചപ്പോൾ സൂര്യവംശി കത്തിക്കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടെ പ്ലേയിങ് 11-ൽ സ്ഥിരം സ്ഥാനം നേടാൻ സാധിച്ചു എന്ന് പറയാം. അടുത്ത IPLൽ യശസ്വി ജയ്സ്വാളിനൊപ്പം സൂര്യവംശി RRന് തന്നെ ഓപ്പണർ സ്ഥാനത്തുണ്ടാകുമെന്നും ഉള്ള കാര്യം ഉറപ്പാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി T20 ടൂർണമെന്റിന്റെ രണ്ടാം റൗണ്ടിൽ കേരളത്തിന് അപ്രതീക്ഷിത തോൽവി നേരിടേണ്ടി വന്നു.